സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതാട്ടോ വന്നേക്കണത്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാനുണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ അത് ഹീറ്റ് ചെയ്യുമ്പോ ഇവിടെയാണ് അതിന്റെ പ്ലഗ് വരുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് വീഡിയോ ആട്ടോ. വെച്ചാൽ കുറെ നാളായിട്ട് ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട് കുറെ ആയി പ്ലാൻ ചെയ്യുന്നു. അതുപോലെ അപ്പോൾ ഇന്നാണ് സമയം വന്നേക്കണത്. അപ്പൊ നിങ്ങൾക്ക് വണ്ടി കണ്ടോ മനസ്സിലായിണ്ടാവും, ഒരു അംബാസഡർ ആയിട്ടാണ് വന്നേക്കണത് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു എന്താ പറയാ ഒരു വിന്റേജ് മൂഡ് സാധനം എന്നൊക്കെ പറയില്ല നമ്മള്, അങ്ങനത്തെ ഒരു മൂഡ് പിടിച്ച സാധനമാണ് നമ്മുടെ വണ്ടി. അപ്പൊ ഒരുപാട് ആൾക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയോടാണ്. എന്നെ പോലെ പഴയ വണ്ടികളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും അങ്ങനത്തെവർക്കൊക്കെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാറും കൂടിയാണ് നമ്മുടെ ഈ വണ്ടി. അപ്പോൾ ഇതെന്റെ കസിനും കൂടിയാണ്. അപ്പൊ ഞങ്ങൾ കുറെ നാളെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇരിക്കണം, ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ തിരക്ക് മൂലം നമ്മളിങ്ങനെ ഒരുപാട് ഡിലേക്ക് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് സമയം കിട്ടാണ്ട് ഉള്ള ഒരു പ്രശ്നം കൊണ്ട് കുറെ ഡിലേ ആയി. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു നമ്മുടെ ചാനലിൽ നമ്മൾ കുറെ യൂസ് റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് കൂടിയും, അതായത് ഇങ്ങനത്തെ കുറച്ച് വണ്ടിയും കൂടിയും വന്നാലല്ല നമുക്ക് കുറച്ചുകൂടി നമ്മളെ പോലെ വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടിയും ഒരു ഇത് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറെ പഴയ വണ്ടികളൊക്കെ കുറെ തപ്പി പിടിച്ച് അങ്ങനെ എല്ലാവരും അവരെ തിരക്കുകളൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഞാൻ ചേട്ടനോട് പറഞ്ഞ് എനിക്കും ചേട്ടനും ഒരുമിച്ച് ഒരു എന്താ പറയാ തിരക്കില്ലാത്തൊരു ടൈം ഇന്നാണ് കിട്ടിയത്. അപ്പോ അങ്ങനെ നമുക്ക് ഇന്നൊരു ദിവസം വന്നാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ അംബാസഡർ മാർക്ക് 4 ആണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിന്റെ ഒരു യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ യൂസർ റിവ്യൂ കിടക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് ഇതിനെക്കുറിച്ച്. എനിക്കാണെങ്കിലും പേഴ്സണലി കുറെ കാര്യങ്ങൾ ചേട്ടനോട് ചോദിക്കാനുണ്ട്. എന്നുവെച്ചാൽ എനിക്കാണെങ്കിലും ഒരുപാട് പഴയ വണ്ടിയോട് ഒരുപാട് ഇഷ്ടം കൂടുതലാണ്. ഇപ്പം പുതിയ വണ്ടികൾ ഉണ്ടെങ്കിലും ഈ പഴയ നമ്മുടെ കുറച്ച് വണ്ടികളോട് കുറച്ചും കൂടിയും താല്പര്യം കുറച്ചെങ്കിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ചേട്ടനോട് ചോദിച്ച് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിടക്കാം. Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time. അപ്പൊ ചേട്ടാ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിടക്കാം. ഒരുപാട് ഞങ്ങൾ വലിച്ചു നിട്ടില്ല, കാരണം കുറച്ച് ലോങ് ആവും ഈ വീഡിയോ മിക്കവാറും. എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുള്ളതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ലെങ്ത് ആവും. എന്നാലും ഭയങ്കര ആർക്കും ബോറൊന്നും അടിക്കില്ല, കാരണം എല്ലാവർക്കും അത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് എന്തായാലും എല്ലാവരും കണ്ടിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. അപ്പോൾ ജസ്റ്റ് ചേട്ടനൊന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് ചേട്ടൻ എന്താ ചെയ്യണേ, എന്താ ചേട്ടൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്നൊക്കെ. ചേട്ടൻ വർക്ക് മാത്രമല്ല വേറെ സംഭവം ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ കാര്യം നമ്മുടെ വീഡിയോയിലൂടെ ചെയ്യാം. അതുപോലെ തന്നെ ആ ചെയ്ത വർക്കിന്റെ കേസും ഞാൻ ഇതുപോലെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും അതിന്റെ കോൺടാക്ട്സും ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വർക്ക് അതിന്റെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സംഭവം അതും ചേട്ടൻ അതിനിപ്പം പറയും എന്താ ചെയ്യണമെന്നൊക്കെ. അപ്പൊ നമുക്ക് ചേട്ടൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചേട്ടൻ വർക്കും എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു അതിൽ പറഞ്ഞു. എന്റെ പേര് അഖില്, വീട് കൊഴുക്കുള്ളിയാണ്, തൃശ്ശൂര് കൊഴുക്കുള്ളി മധുരാശിമലിക്കാണ് വീട്. ഞാൻ ഡ്രൈവറാണ്. പിന്നെ ചേട്ടൻ അതും കൂടി പറഞ്ഞു, നമ്മള് മിനിയേച്ചർ സാധനം ചെയ്യില്ല അതിന്റെ പറഞ്ഞു. ഞാൻ പിന്നെ അതിന്റെ ഇടയില് മിനിയേച്ചർ വർക്ക് ഉണ്ട്. ഈ വാഹനങ്ങൾ മിനിയേച്ചർ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വഴിയിലൊക്കെ ഈ ബസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് വണ്ടിയിൽ വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് അങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിന്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കമന്റ് ബോക്സിലും, അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പൊ നമ്മുടെ ഈ അംബാസഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1988 മോഡല് വരുന്ന ഒരു അംബാസഡർ ആണ്. ഏകദേശം 37 കൊല്ലത്തിന്റെ പഴക്കണ്ടി വണ്ടിക്ക്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചേട്ടൻ്റെ കയ്യിലേക്ക് വണ്ടി എത്തിയെന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ തന്നെ അവിടെ തന്നെ ഒരുപാട് കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ വണ്ടി ഇവിടെ വരെ എത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു ലുക്കിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളതൊക്കെ ചേട്ടൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ചേട്ടൻ വണ്ടി എടുത്തത് കാര്യങ്ങളൊക്കെ വണ്ടി എടുത്തത് ഞാന് അവിടെ ഒരു കട്ട കമ്പനിയിലാണ് പണിക്ക് പോയത്. അപ്പൊ അവിടുത്തെ മുതലാളിക്ക് അംബാസഡർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഒരു അംബാസഡർ ഉണ്ടായിരുന്നു. അത് ആ വണ്ടി നാശമായപ്പോഴാണ് ഈ വണ്ടി മേടിച്ചത്. മേടിച്ചത് 1,20,000 വണ്ടി മേടിച്ചത്. 7 കൊല്ലം പാട്. അന്ന് വണ്ടി പവർ വിൻഡോ അല്ല, AC എല്ലാം ഉണ്ട്. വണ്ടി ഇങ്ങനെ കിട്ടിയത്. ഇത് മാർക്ക് 4 വണ്ടിയാണ്. അത് ലാസ്റ്റ് ഇറങ്ങിയ അംബാസഡർ ഗ്രാൻഡ് ആ മോഡലാണ് ആക്കിയത്. സ്റ്റീൽ ബമ്പറാണ് വരാൻ വേണ്ടി.
പിന്നെ ഈ ഗ്രില്ല് വ്യത്യാസമുണ്ട്. ഗ്രില്ല് ഇങ്ങനെ നീണ്ട കള്ളി ഗ്രില്ലുകളെ വരാ. അടിയിൽ ഇവിടെ ഫുള്ള് മറ്റേ ഇൻഡിക്കേറ്റർ. ഇത് ഇൻഡിക്കേറ്റർ ചതുരന വരാ. അത് വണ്ടി ലാസ്റ്റ് ഇറങ്ങിയ അംബാസഡർ ഫൈബർ ബമ്പറാണ്. കൺവെർട്ട് ചെയ്തത്. ഇതിപ്പോ വണ്ടി 37 കൊല്ലം പഴക്കമുണ്ട്. ടെസ്റ്റ് ഇപ്പൊ എന്റെ കിട്ടിയിട്ട് ഇപ്പൊ ഫസ്റ്റ് ഒരു ടെസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ്. അപ്പൊ ആളെന്നാണ് മേടിക്കണത്. അപ്പൊ ആള് വണ്ടി കുറച്ച് പിള്ളേർക്ക് നോക്കാൻ പറ്റാണ്ട് കുറച്ചാള് വണ്ടി ഷെഡ് കയറ്റിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി കൊടുക്കണ്ടെങ്കിൽ പറയും. അപ്പൊ ഞാൻ മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ചെറുപ്പത്തിലോട്ട് ഇതിനോടുള്ള ആഗ്രഹം, വേറൊരു വണ്ടിനോട് താല്പര്യമില്ല. അപ്പൊ നമ്മൾ ഇതിനോടൊരു ക്രൈസ് കൊണ്ട് നമ്മളത് എടുത്തു. കുറെ പേര് കുറെ കുറ്റങ്ങൾ നമ്മളെപ്പോലെ വണ്ടി ഇഷ്ടമുള്ള ആൾക്കാർക്ക് അറിയാം ഇതെങ്ങനെയാണ് നമുക്കറിയാം. നമ്മള് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നമ്മള് കാര്യം നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടിയാണ്, നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ്. ഇപ്പൊ ഡ്രീം ആ ഒരു കാർ എടുത്ത് ഓടിക്കാൻ നല്ല. അപ്പൊ അങ്ങനെ ആള് ഞാൻ അവിടുന്ന് പണി കഴിഞ്ഞ് പോന്നു. അപ്പൊ ആളിങ്ങനെ ഞാൻ കൊടുക്കണേ പറഞ്ഞോട്ടാന്ന് പറഞ്ഞിട്ട് പിള്ളേര് നോക്കണില്ലാണ്ട വണ്ടി മഴയത്ത് കിടക്കാ തുരുമ്പായി തുടങ്ങി. അപ്പൊ അങ്ങനെ ആള് വിളിച്ചു വണ്ടി തരാന്ന് പറഞ്ഞിട്ട് 60,000 വണ്ടി മേടിക്കുന്നത്. അപ്പൊ നമ്മുടെ പൈസ 60,000 എടുക്കാല്ലേ. അപ്പൊ ആള് പറഞ്ഞു പെണ്ണിന്റെ സത്യം പറയാ പെണ്ണിന്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് വണ്ടി മേടിച്ചു. 25 രൂപ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി ആള് മാസത്തില് 5,000 വെച്ച് അടവ് അങ്ങനെ തീർത്താൽ മതി പറഞ്ഞു. അപ്പൊ അങ്ങനെ 7 കൊല്ലല്ല 5 കൊല്ലായി പോയിട്ട് വണ്ടി. അപ്പൊ അങ്ങനെ ആള് വണ്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് ആളെ മേടിച്ചു. മേടിച്ച് വണ്ടി പണി ഉണ്ടായിരുന്നു. ഗ്യാസ്കറ്റ് എഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഗ്യാസ്കറ്റ് പോയിണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചേസ് പൊട്ടിനാന്നു. പിന്നെ റേഡിയേറ്റർ അത് ലീക്ക് ഉണ്ടായിരുന്നു. പിന്നെ 4 ടയർ ഉണ്ടായിരുന്നില്ലേ, ബാറ്ററി ഉണ്ടായിരുന്നില്ലേ. ടയർ ഇപ്പൊ ഞാൻ സെക്കൻഡ് മേടിച്ചതാ. ഇന്നോവയുടെ ടയർ ആയിരുന്നു കിടക്കണ്ടാ. ഇന്നോവയുടെ ടയർ അത് ടയറാകെ പൊട്ടിണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റി. ഇപ്പൊ അത്യാവശ്യം പണി ഒരു 40,000 രൂപ ചെലവായി. 40,000 ചെലവായി. പവർ വിൻഡോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇതിന്റെ ബീഡിങ് ഒക്കെ പോയിട്ട് വെള്ളം ഇറങ്ങിയിട്ട് മോട്ടർ സാധാ അതൊക്കെ മാറി എടുക്കണം. അതായത് വണ്ടി എടുക്കണ സമയത്ത് നമുക്ക് കംപ്ലൈൻസ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. മെക്കാനിക് ബേസും കാര്യങ്ങളൊക്കെ. മെക്കാനിക് ഞാൻ ഫസ്റ്റ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങൾ എനിക്ക് അറിയില്ലല്ലോ. വണ്ടി ആദ്യമായിട്ട് ഇതിന്റെ പഴയ ആൾക്കാർക്കാണ് പറ്റുള്ളൂ. ഇന്നത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം പലർക്കും ചെയ്യാൻ അറിയൂല. എന്നാൽ ഇതിപ്പോ നമ്മള് ഒരു വർഷാപ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് പറയും അറിയുള്ളൂ. പിന്നെ അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ പണിയുണ്ട്. പുതിയ സ്ഥലത്ത് ഇവിടെ ഇപ്പൊ മുടിക്കോട് തുടങ്ങിയിട്ടുണ്ട്. അംബാസഡർ എല്ലാ വണ്ടിയും അംബാസഡറും അതെല്ലാം പണിയുണ്ട്. അതുമാതിരി കോയമ്പത്തൂരുണ്ട്. പിന്നെ അതുപോലെ പാലക്കാട് ചന്ദ്രനഗർ ഉണ്ട്. പഴയ ആൾക്കാർ ചെയ്യണതിന്റെ അത്ര ഒന്നും എനിക്ക് തോന്നുന്നില്ല. പുതിയ പഴയ ആൾക്കാർക്ക് ഐഡിയ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കുറച്ച് തപ്പി പിടിച്ചിട്ടേക്ക് അവരും പിന്നെ ഇതിങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. അതിന്റെ സ്പെഷ്യൽ ആൾക്കാരാണല്ലോ, ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ വണ്ടി എടുത്തിട്ട് മേടിച്ചിട്ട് നേരെ ഇവിടെ ലാലൂര് വർഷാപ്പുണ്ട്, രാജേട്ടൻ എന്ന് പറയുന്നത്. എഞ്ചിനൊക്കെ ഇറക്കി ഉള്ളിലത്തെ പേച്ച് വർക്കൊക്കെ ചെയ്ത് ചേസൊക്കെ മാറ്റി വെച്ചു. ഇത് പകുതി ചേസാണ്, 2 ചേസാണ് വരുന്നത് ഫ്രണ്ടില്. അതൊക്കെ മാറ്റി റേഡിയേറ്റർ വേറെ സെക്കൻഡ് അത് അന്ന് 12,000 വന്നു. വേറെ പുതിയ നമ്മൾ വെൽഡ് ചെയ്താൽ ഒക്കെ പാർട്സ് കിട്ടില്ല. അത് ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ട്, റെയിൽവേ ഇവിടെ ഉണ്ട്. അല്ല ചേസ് അടക്കം മേടിച്ച് മാറ്റാണ് ചെയ്തത്. ചേസ് മേടിച്ചു. 3 പീസാ ചേസ്, 2 പീസാ. അത് സെപ്പറേറ്റ് നമുക്ക് വേറെ തിരിച്ചെടുക്കാം. അപ്പൊ ഒരു ചേസ് മേടിച്ചു. ഒരു ചേസ് പോയിന്നോളൂ, പൊട്ടിന്നോളൂ. പുതിയത് അവിടെ നമുക്ക് അച്ചില് അടിച്ചു കിട്ടും. അതുമാതിരി ഈ വീലിന്റെ ഈ സൈഡ് ആർച്ചൊക്കെ കിട്ടും നമുക്ക്. കംപ്ലീറ്റ് കിട്ടും. അങ്ങനെ പുതിയത് വെച്ചു. പിന്നെ മറ്റേ സ്ക്രാപ്പിലുണ്ടല്ലോ ഇഷ്ടംമാതിരി വണ്ടിയുള്ള സാധനങ്ങൾ കിട്ടാറുണ്ട്. വണ്ടി നമുക്ക് അംബാസഡർ ആണല്ലോ. അപ്പൊ ഈ പാർട്സ് ചിലർക്ക് പലർക്കും ഇപ്പൊ ഈ പഴയ വണ്ടികൾ കൊണ്ടുനടക്കണം, അല്ലെങ്കിൽ പഴയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നമല്ല, കുറച്ചെങ്കിലും ആൾക്കാർ പേടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ പാർട്സ് കിട്ടാൻ, അല്ലെങ്കിൽ വണ്ടി സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ ഉണ്ടാവും. പിന്നെ മഴയും വെയിലും കൊള്ളാൻ പാടില്ലേ. അങ്ങനെയുണ്ട്. വെള്ളം നനഞ്ഞത് പഴയത്തെ ഒരു ഇരുമ്പല്ല, പെട്ടെന്ന് തുരുമ്പ് വരുന്ന ഇരുമ്പാണ്. അപ്പൊ നമ്മളിത് കുട്ടികളെ നോക്കണത്. അല്ല, അപ്പൊ ഈ പാർട്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ചെറിയ പേടി വെച്ചാൽ ഈ പഴയ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഉള്ള ചെറിയൊരു പേടിയാണ്. ഇങ്ങനെ പാർട്സ് കിട്ടുമോ എന്നുള്ള പ്രയാസം ഉണ്ടല്ലോ. അത് എങ്ങനെയുണ്ട്? കിട്ടും. എല്ലാ വണ്ടിയും കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലേ. കിട്ടാത്ത സാധനങ്ങള്
ഇതുമാതിരി ഗ്യാസ്കറ്റ് ഒക്കെ പോയി ചിലപ്പോ 2-3 ദിവസം ഡിലേ ആവും. ഇവിടെ ഉണ്ടാവില്ലേ, അത് ഡൽഹിന്ന് വരുത്തി. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും സാധനം എന്തായാലും എത്തിക്കോളും. തൃശ്ശൂരുണ്ട് ഇതിന്റെ 3 ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇല്ലെങ്കിൽ അവര് വേറെ വരുത്തി അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട്. ഇത് മെറ്റഡോറിന്റെ എഞ്ചിനാണ്. പിന്നെ എഞ്ചിനിലേക്ക് ഇത് നമ്മുടെ എഞ്ചിനും കേസ് എന്ന് ഇത് അംബാസഡർ ആണെങ്കിലും മെറ്റഡോറിന്റെ എഞ്ചിനും അതുപോലെ ഇസുസുവിന്റെ ഗിയർ ബോക്സ് ആണ്. 5 സ്പീഡ് ആണ് ഗിയർ ബോക്സ് ആക്കി. അതിപ്പോ മുന്നേ ഇപ്പൊ ശരിക്കും വരണ്ടായിരുന്ന എഞ്ചിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ലൈഡ് എഞ്ചിൻ തോന്നുന്നത്. അത് 4 ഗിയർ അല്ല, അത് 1.5 അല്ലേ വരണത്? അല്ലല്ല, അത് എത്ര CC? അത് CC കുറവാണ്. അത് അധികം 1000-നുള്ളിലാന്ന് തോന്നുന്നു. ഇത് 60 കിലോമീറ്റർ സ്പീഡ് പോള വണ്ടി. ഇത് 1.5 ആണ് വരുന്നത്. 500 CC ആണ് വരുന്നത്. ഇത് നല്ലോണം നമുക്ക് അലക്കി പോവാം. പവർ ആണെങ്കിലും ഒക്കെ ആണെന്നൊക്കെ. ബ്രേക്ക് ആയാലും കുഴപ്പമില്ല. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഡിസ്ക് ഒക്കെ ആ ടൈം അല്ലല്ല, ഇത് ലാസ്റ്റ് ഇറങ്ങിയ അംബാസഡർ മോഡലിന്റെ ഡിസ്ക് വരുന്നുണ്ട്. ഡിസ്ക് വെച്ചല്ലേ ഡിസ്ക് പഴയതൊന്നും വരുന്നില്ല. പഴയത് മറ്റേ ഡ്രം ഫ്ലൂഡ്. ബ്രേക്കിംഗ് ഒക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബ്രേക്ക് എന്ന് വെച്ചാൽ മറ്റേ ടാറ്റ സുമാര ബൂസ്റ്റർ ബ്രേക്കിന് മാസിലുണ്ട് ബൂസ്റ്റർ. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബാക്ക്, പിന്നെ അംബാസഡറിന്റെ ലാസ്റ്റ് ഇറങ്ങിയ അംബാസഡറിന്റെ ഹൗസിംഗ് ഓട്ടോമാറ്റിക്. അപ്പൊ ബ്രേക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മള് അതിനനുസരിച്ച് വണ്ടിന് നമുക്ക് അറിയാലോ, അതിനനുസരിച്ച് കുഴപ്പമില്ല. ഇപ്പൊ ഈ വണ്ടി എടുത്തോലെ എനിക്കറിയാം ഒരുപാട് ലോങ് പോണേന്ന്. എന്തായാലും ചേട്ടൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് പോയിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ പോയത് ഇവിടെ തിരുവനന്തപുരം. ഏകദേശം എത്ര മൈൽ ഇപ്പൊ ഈ ലോങ് പോയി അത്യാവശ്യം മൈലേജ് ആണ് കിട്ടിയിട്ട് വന്നൊക്കെ? മൈലേജ് ഏകദേശം ഒരു 18-19 മൈലേജ് കിട്ടും. പിന്നെ ടയർ 15 കിടക്കുന്ന ടയറാ, മറ്റേ നൈലോൺ ടയർ ഉണ്ട് അംബാസഡർ. അതാണ് കുറച്ചൊരു മൈലേജ് കിട്ടണം. ഇപ്പൊ ഇതിന് നമുക്ക് ഇപ്പൊ ഇതിൽ കിടക്കുന്ന ടയർ ടയർ ഇന്നവരുടെ ടയറായിരുന്നു. അപ്പൊ പുറത്തേക്ക് നിൽക്കണം. ഇത് കുറച്ച് അത് കുറച്ച് തള്ളി നിൽക്കുന്ന ടയറാണ്. അപ്പൊ നമ്മൾ ആൾക്കാർ കയറുമ്പോ ഇതിന്റെ വീലാർച്ചുമ്പോ മുട്ട ലോഡ് വരുമ്പോ അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട് നമ്മൾ പൊക്കി വയ്ക്കുന്നത്. അപ്പൊ വണ്ടിയുടെ ഭംഗി ഇതാ കുറച്ച് നല്ലത്. ഇങ്ങനെ നല്ല രസം കാണാനായിട്ട്. അങ്ങനെ അപ്പൊ ചേട്ടൻ ലോങ് പോയിട്ട് തിരുവനന്തപുരം ഏറ്റവും ലോങ് പോയി. ഒരു 10-18-20 മൈലേജ് കുഴപ്പമില്ല. ഏകദേശം എത്ര ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടോ? ഡീസൽ അന്ന് 3500-4000 വരെ പോയി വന്നു. 4500 ഡീസൽ വന്നുണ്ട്. 4500 എന്നാലും കുഴപ്പമില്ല. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ആണ് ചോദിക്കാറ്. വേറെ ഒന്നല്ല, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നിട്ടാണ് അത് പിടിച്ചത്. അന്ന് വഴിപ്പണി നടക്കണവര് 18 ഇതുപോലത്തെ വണ്ടിക്ക് ഇത്ര കിട്ടാൻ പറഞ്ഞാൽ നമുക്ക് ധാരാളം. 18-20 കിട്ടാൻ കുഴപ്പമൊന്നുമില്ല. ഡെയിലി യൂസിനാണെങ്കിലും ഡെയിലി യൂസ് നമ്മള് ബൈക്ക് നമ്മളെ ഫുൾ ടൈം കൊണ്ടുപോയി. ഇപ്പൊ നമ്മളിപ്പോ ഈ ലോക്കൽ ഓടുമ്പോ വലിയ ബുദ്ധിമുട്ട് വന്നാറുണ്ട്. കുറച്ച് ഈ സൈസും അങ്ങനത്തെ അതൊന്നും കുഴപ്പമില്ല. അറിയാം നമ്മളിപ്പോ കുറച്ച് ഓടിച്ചു വരുമ്പോ വേറൊരാള് കയറി ഓടിക്കാൻ ചിലപ്പോ പറ്റുന്നില്ല. അപ്പൊ പുതിയ വണ്ടി എടുക്കുന്ന ആള് ഇത് കയറി പറ്റുന്നില്ല. ഞാൻ ഒന്ന് ഓടിച്ചിട്ട് എനിക്ക് ചെറിയ ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞത് ഹീറ്റ് ചെയ്തിട്ട് വേണം. ഡീസലിനെ ഹീറ്റ് ചെയ്യണം, ചൂടാക്കണം. ടെമ്പറേച്ചറിൽ ഇത് ഹീറ്റർ ഉണ്ട്. ഈ നമ്മുടെ വാൽവുകളോ നോസിലോ ഹീറ്റിലുണ്ട്. മറ്റേ ഹീറ്റർ ഉണ്ട്. അത് സാധനം അവിടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടാവണം. എന്നിട്ട് വേണം എടുക്കണം. ചൂടായി കഴിഞ്ഞാൽ 2 വട്ടം ഹീറ്റ് ചെയ്യുക. കാലത്ത് 2 വട്ടം ഹീറ്റ് ചെയ്യും. എന്നിട്ട് വണ്ടി ഷാർട്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒറ്റടി ഷാർട്ടാവില്ലേ? അത് ഇങ്ങനെ ആക്കിയിട്ട് വേണം. അത് ടെമ്പറേച്ചറിൽ ഹീറ്റിന്റെ ഇത് കാണിക്കും. അതില് കാണിക്കും, മീറ്ററിൽ കാണിക്കും. അത് കെട്ടാൻ ശേഷം എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാർട്ടാവില്ലല്ലോ. അല്ലെങ്കിൽ എഞ്ചിന് കംപ്ലൈന്റ് വണ്ടി സ്റ്റാർട്ടാവില്ല. അതിലേക്ക് ഡീസൽ കിട്ടില്ലേ? അതായത് ഇഞ്ചക്ടറേക്ക് അങ്ങനത്തെ സെറ്റപ്പ് അത് ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ടിങ്. അതായത് നമ്മൾ മോർണിംഗ് ഒക്കെ എടുക്കുമ്പോ പിന്നെ വണ്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒറ്റടിക്ക് സ്റ്റാർട്ട് ആവും. കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ട് തുടക്കത്തില് ആ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 വട്ടം ഹീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോ അവിടെയാണ് അങ്ങനെയല്ല. ഇപ്പൊ ഇതിന്റെ പവറും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ മറ്റഡോറിന്റെ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ചില എഞ്ചിനുകൾ ഓയിൽ ലീക്ക് അല്ലെങ്കിൽ വന്നിട്ടൊന്നുമില്ല. ഓയില് ലീക്ക് ഉണ്ട്. അടി ക്രാങ്കേസിന്റെ അവിടെ ചെറിയ ലീക്ക് ഉണ്ട്. മറ്റേ ക്രാങ്കിന്റെ സീല് പോയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടും ചെറിയ കനച്ചിൽ വരുന്നുണ്ട്. അത് നമ്മൾ നോക്കിയില്ല. എന്നാലും കുഴപ്പമില്ല. ചെറിയ മൈന്യൂട്ടൊക്കെ വേറെ കംപ്ലൈന്റ് ഇന്നുവരെ വന്നിട്ടില്ല. ചേട്ടാ ഇപ്പൊ ഇതല്ലാണ്ട് വേറെ ഇപ്പോ ഇതിന്റെ വേറെ വണ്ടികൾ ഓടിച്ചോണ്ടാവില്ല. ഇപ്പൊ ചിലപ്പോ അതൊക്കെ ഓടിച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഇഷ്ടമായി. വേറെ വണ്ടി ഉണ്ടല്ലോ. അപ്പൊ അവരെ ഇങ്ങനെ വേറെ അംബാസഡറുകളൊക്കെ ഉണ്ടാവില്ല ഓടിച്ചൊക്കെ. കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയുണ്ട് ഇതിനെ? അല്ല, അംബാസഡർ ഓടിക്കുമ്പോ ഒരു പ്രത്യേക രസമാണ്.
അല്ല അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ചേട്ടന്റെ വണ്ടി അല്ലാണ്ട് നിങ്ങളുടെ ടീമിലൊക്കെ വണ്ടി ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഓടിച്ചു നോക്കിയപ്പോ എങ്ങനെയുണ്ട് ഇതിന്റെ സെയിം എഞ്ചിൻ ആണോ അതോ അത് എഞ്ചിനൊക്കെ സെയിം തന്നെ. സെയിം ഇസൂസ് ഇത്രയും പവർ കൂടും. പവർ കൂടുതൽ ഇതിന്റെ ഗിയർ ബോക്സ് ഗിയർ ബോക്സ് അല്ല എഞ്ചിൻ ഇസൂസ് എഞ്ചിൻ. അത് ലാസ്റ്റ് ഇറങ്ങിയ അംബാസഡർ ഗ്രാൻഡ് അതിന് എഞ്ചിനാണ്. അതും 1.5 അത് 1500 cc. അതില് വണ്ടിക്ക് മൈലേജ് ഇത്തിരി കുറവാണ്. ഇത് പിന്നെയും നമുക്ക് ഇപ്പൊ ഡെയിലി യൂസ് ആണെങ്കിലും 10-20 കിട്ടാണെങ്കിൽ നമുക്ക് എന്താ പറയാ സുഖമാണ് കൊണ്ട് നടക്കാനായിട്ട്. വേറെ പ്രശ്നങ്ങൾ 20 അടുത്ത ഉള്ളിലുള്ള 15 റേഞ്ച് ഒക്കെ കിട്ടുന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ പറഞ്ഞാ ഇതിന്റെ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒരു ഇടിച്ചാലൊന്നും വണ്ടിക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങള് ഇതുമാതിരി അതിരപ്പള്ളിക്ക് ടൂർ പോയിട്ട് വണ്ടിന്റെ മുകളിൽ കയറി എല്ലാരും ഒന്ന് ഫോട്ടോ എടുത്തു. ഇപ്പൊ എത്ര ആൾ കയറുന്ന അതിന്റെ അവസ്ഥ. ഇപ്പൊ ചേട്ടനിൽ കുറെ സ്ഥലത്ത് ഈ ലോങ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഒക്കെ പോയിണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഈ വണ്ടിയായിട്ട് എന്തെങ്കിലും നല്ലൊരു ഓർമ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട്? ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വണ്ടി റോട്ടിക്ക് എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ നോക്കും, ഫോട്ടോ എടുത്തത് മാതിരി. ഞങ്ങള് വാൽപ്പാറ മലക്കപ്പാറ പോയിട്ടോ. അത് നമ്മള് പോയത് മണ്ണുത്തിക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ടാ പോയത്. അപ്പൊ പിന്നെ അങ്ങനെ ഞാനും വലിയച്ഛന്റെ മോനും പാപ്പന്റെ മോനും കൂടിയിട്ടാണ് അങ്ങനെ ചായ കുടിക്കാൻ പോയി. അങ്ങനെ നമ്മള് ട്രിപ്പ് പോയിക്കാന്ന് വെച്ചാൽ അന്ന് വ്യത്യസ്തം മുടക്കാം. അപ്പൊ അങ്ങനെ വെറുതെ കാർ എടുത്ത് ഇറങ്ങി നേരെ മലക്കപ്പാറ വാൽപ്പാറ കൂടി ഇങ്ങനെ കറങ്ങി വന്നു. അപ്പൊ കറങ്ങി വരുന്ന വഴിക്ക് വാൽപ്പാറൊക്കെ എത്തിയപ്പോ ആൾക്കാർ വണ്ടി കണ്ടപ്പോ അംബാസഡർ കയറുമ്പോ വണ്ടി ഹീറ്റ് ആയി നിൽക്കില്ല. അങ്ങനത്തെ എഞ്ചിന്റെ ഹീറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ദൈവം സഹായിച്ച് വണ്ടിക്ക് ഒരു ഇന്നവരെ ഒന്നും പറ്റിയിട്ടില്ലേ. ഇല്ലേ വണ്ടി വഴി നിർത്തിയില്ലേ. കാരണം പിന്നെ നമ്മൾക്ക് അപ്പ പണികൾ വരുന്നെങ്കിൽ കുറേശ്ശെ അപ്പ ചെയ്യും നമ്മള്. അതെ. അപ്പൊ അവിടെ പോയപ്പോ കുറെ പേര് വന്ന് വണ്ടി ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാരും വന്ന് നിന്ന് എല്ലാവർക്കും ഭയങ്കര കൗതുകല്ലേ ഇത്ര ഇങ്ങനെ വണ്ടി. ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോ ഞങ്ങൾ വണ്ടി വന്ന് വീഡിയോ എടുക്കാൻ വരുമ്പോ തന്നെ നോക്കണം. നല്ല രസമല്ല വണ്ടി ഓടി, പ്രത്യേകിച്ച് ബ്ലാക്കും പിന്നെ അലോയും കിടക്കണ കാണുമ്പോ നല്ല രസം കാണാനായിട്ട്. എല്ലാരും പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോ ഒന്ന് ഇതാവും നോക്കാനൊരു സാധനം വരും. പിന്നെ അതുപോലെ എന്തെങ്കിലും പിന്നെ അന്ന് പറഞ്ഞില്ല വണ്ടി കുറെ ആൾക്കാര് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി ഇതുമാതിരി എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. വെല്ലിച്ചന്റെ പിള്ളേരൊക്കെ വന്ന എയർപോർട്ടിലേക്ക് ഇത് കൊണ്ടുപോവാ, തറവാട്ടിൽ നിന്ന് ഇത് കൊണ്ടുപോവാ. അപ്പൊ അവിടെ കൊണ്ടുപോകുമ്പോ ഒരു ഫോർച്യൂണറിൽ ഒരാൾ വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് വണ്ടി കൊടുക്കണ്ടേ, എത്ര കാശ് തന്നാലും എത്ര കാശ് പറയണം അത് തരാം. അതുപോലെ നമ്മൾ അന്നൊരു ദിവസം നമ്മളൊരു കസിന് കൊണ്ട് നമ്മൾ എയർപോർട്ടിൽ അന്ന് ചോദിച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ കൊടുക്കണേ പറഞ്ഞോളൂ. ഇതിപ്പോ നല്ല ഇങ്ങനെ വണ്ടി കിട്ടാനും ഇനിയിപ്പോ നമ്മളിത് കൊടുത്താലും ഇതിപ്പോ പറഞ്ഞാൽ നമുക്കറിയാം നമ്മള് നന്നായി പൊന്നുപോലെ കൊണ്ടുവരുന്ന വണ്ടി പിള്ളേർ പോലെ. അപ്പൊ ഇതുപോലത്തെ നല്ലൊരു എന്താ പറയാ കംപ്ലീറ്റ് നല്ലൊരു പക്ക വണ്ടി ചിലപ്പോ കിട്ടണമെന്നില്ല. എന്തെങ്കിലും കംപ്ലൈന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരും കൊടുക്കണില്ലേ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന എല്ലാവരും. അല്ല അത്ര ഇഷ്ടമുള്ളവർക്കാണ് വണ്ടി പറ്റുള്ളൂ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതും കൂടി വേണം, നോക്കും കൂടി വേണല്ലോ. കാരണം ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ അത് നന്നായി നോക്കാനേ വേണം. അല്ലാണ്ട് അതായത് ഇന്ത്യയിലാവട്ടെ അല്ലെങ്കിൽ ഒരു പണി വന്ന് അങ്ങനെ കിടന്നോട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതവിടെ വണ്ടി ആകെ ഇതായി പോകും. അപ്പൊ നമ്മളെ പോലെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും എന്തായാലും നോക്കാൻ അറിയാം. കാരണം ഇപ്പൊ പൈസ ഇല്ലെങ്കിലും നമ്മളത് എവിടെന്നെങ്കിലും മറച്ചിട്ടാണെങ്കിലും വണ്ടി നമ്മൾ പൊന്നൂര് കൊണ്ടുനടക്കും. അത് നമ്മളെ പോലുള്ളവർക്ക് ഇനി പറ്റുള്ളത് കൊണ്ടുനടക്കാനായിട്ട്. അപ്പൊ ചേട്ടാ അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ചോദിക്കാൻ വെച്ചാൽ അടുത്ത് നമ്മുടെ വണ്ടിയുടെ യാത്രാ സുഖം, അതായത് ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാനുള്ളത്. ചോദിക്കേണ്ട കാര്യം അറിയാം എന്തായാലും നല്ല ഇതാന്ന് എനിക്കറിയാം. എന്നാലും ചേട്ടന്റെ ഒരു ഒപ്പീനിയനിൽ എങ്ങനെയുണ്ട് പോണോണ്ട് ആൾക്കാർക്കും അതുപോലെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കും? വണ്ടി ഇരിക്കണത് ഒരു വഞ്ചിലിരിക്കണ പോലെ നല്ലൊരു സുഖ. എന്ന് വെച്ചാൽ തണ്ടലവാനൊന്നുമില്ല. ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സുഖ. നല്ല എല്ലാരും പറയണ നല്ല ക്ഷീണല്ലേ വണ്ടിയില്. എത്ര ലോങ് പോയാലും പ്രശ്നമില്ല. ശരിക്കും നമുക്ക് എത്ര പേര് ശരിക്കും ഇതില് ഞങ്ങള് ഇരുന്ന് പോകണ്ട. ശരിക്കും ഇരുന്ന് ബാക്കിൽ 3 പേരും ഫ്രണ്ടില് ഒരാള്. ഇത് മറ്റേ ഫ്രണ്ടില് മറ്റേ സീറ്റ് മറ്റേ രണ്ടുപേരും ഫ്രണ്ടിൽ വലിയ സീറ്റ് ആയിരുന്നു. അത് ബക്കറ്റ് സീറ്റ് ആക്കിയതാണ്. അത് വണ്ടി മേടിക്കുമ്പോ അങ്ങനെ ഉണ്ടായിരുന്നു. ബക്കറ്റ് സീറ്റ് ആയിട്ട് ബക്കറ്റ് സീറ്റ് ആയിട്ട് വന്നത്. ചിലതില് ചില അംബാസഡറിലും കണ്ടിട്ടില്ല. അതിലാവുമ്പോ ഫ്രണ്ടില് 4 പേർക്ക് ഇരിക്കാം, ബാക്കിൽ 4 പേർക്ക് ഇരിക്കാം. കുറെ ആൾക്കാര് 10 പേര് ട്രിപ്പ് പോയ കഥയൊക്കെ കിട്ടുന്നുണ്ട് പണ്ടത്തെ സമയത്തൊക്കെ ആൾക്കാര്. അത്രയും സീറ്റാണ് ഫ്രണ്ട്. ഈ സീറ്റ് തന്നെ വലുത് ഇതാണല്ലോ, 3 പേർക്ക് എങ്ങനെ വലിരിക്കാം. ഞങ്ങള് ഫാമിലി എല്ലാരും കൂടി ഇപ്പൊ പിള്ളേരൊക്കെ വലുതായി, അല്ലെങ്കിൽ എല്ലാരും കൂടി പോവാ. ഒരു 19 പേരുണ്ടാവും. ഒക്കെ വലുതായി. അപ്പൊ ഇപ്പൊ ഇരിക്കാൻ പറ്റണില്ലേ. പിള്ളേരെ വണ്ടി മേടിച്ച അവസരത്തില് എല്ലാരും കൂടി ഒരുമിച്ച് പോവാറുണ്ട്.
ഡ്രൈവിംഗ് കംഫർട്ടും കാര്യമൊക്കെ പക്കയാണ്. വേറെ ഇത്ര ലോങ് പോകുമ്പോ നമുക്ക് അറിയാലോ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ക്ഷീണം. ഇതിന് AC കംപ്ലൈന്റ് AC ഉണ്ട്, AC കണ്ടൻസർ പിന്നെ നമ്മുടെ ഇപ്പത്തെ ചൂടിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും. അല്ലാണ്ട് വേറെ ഒന്നും വണ്ടി ഓടിക്കുമ്പോ ഒരു പവർ സ്റ്റീറിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതുണ്ടല്ലോ. പവർ സ്റ്റീറിംഗ് നല്ല നല്ല സിമ്പിളായി അതാണ്. അപ്പൊ ചേട്ടാ, അപ്പൊ നമ്മള് എല്ലാ ആംഗിളും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ജസ്റ്റ് നമ്മുടെ വണ്ടിയിൽ ബോണറ്റ് തുറക്കണതും ഒന്ന് കാണിച്ചു തരാം. പിന്നെ ബോണറ്റില് അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളും എഞ്ചിൻ ബേ കാണിച്ചു തരാം. ചേട്ടാ ഒന്ന് തുറക്കട്ടോ. ഇതിന്റെ വെയിറ്റ് അന്യായ വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മള് പഴയ വണ്ടിയൊക്കെ നമ്മൾ വെക്കാറുണ്ടോ സംഭവം ഈ ലോക്ക് വെക്കണ പോലെ? ഇതിനങ്ങനെ ലോക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് തന്നെ വീഴും, പിന്നെ തന്നെ ലോക്ക് ആവും. ഇതാണ് നമ്മുടെ എഞ്ചിൻ പേയും കാര്യങ്ങളൊക്കെ. ചേട്ടാ ബൂസ്റ്റർ മാറ്റി പറഞ്ഞില്ലേ? ഇത് വണ്ടി മേടിക്കുമ്പോഴോ അത് സുമാരാണ്, ടാറ്റ സുമാരോ. പിന്നെ ഓയിൽ ഫിൽറ്റർ അല്ല, നമ്മുടെ എയർ ഫിൽറ്റർ മറ്റേ ഓയിൽ ഉണ്ടാവും, അങ്ങനത്തെ ടൈപ്പ് എയർ ഫിൽറ്റർ പറഞ്ഞത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ പേയും. ഇത് പവർ സ്റ്റിയറിംഗിന്റെ ഓയില്, പമ്പ്, പിന്നെ ഇത് നമ്മള് പിന്നെ കൂളന്റ് ആക്കിയിട്ടുണ്ട്. മുന്നേ വെള്ളമായിരുന്നുണ്ടാവില്ല, വെള്ളം കൂളന്റ് ആക്കി. പണി മാത്രമല്ല കണ്ടൻസർ ലീക്കാണല്ലോ, സെറ്റ് ആക്കി കഴിഞ്ഞാൽ ശരി. ഇതാവട്ടെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ പേയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മള് വണ്ടി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ഹീറ്റ് ആയിട്ട് വേണം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ജസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അറിയും, എന്നാലും എനിക്കറിയണമെന്നില്ല, ഞാൻ ഇപ്പോഴാണ് അറിയണം. എന്നാൽ എന്നെ പോലെ അറിയാത്ത ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. സംഭവം കുറച്ച് ലോങ് ആയിട്ട് അറിയാൻ വീഡിയോ, എന്നാലും ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാനുള്ളത്, അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആണ്. അപ്പൊ നമുക്ക് സംഭവം ചേട്ടൻ പറഞ്ഞുതരും എന്താണ്. ഇപ്പൊ നമ്മള് ഇതിൽ ഹീറ്റ് ചെയ്യാം. അപ്പൊ ഇതില് ഹീറ്റിങ്ങിന്റെ ഇത് കാണിക്കുന്നുണ്ട്. അതായത് ആ കോയിലിന്റെ കാണിക്കുന്നത്. അത് കെട്ട് കഴിയുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അത് കാലത്ത് 2 വട്ടം ഹീറ്റ് ചെയ്യും. അത് ഹീറ്റ് ചെയ്യുമ്പോ ഇവിടെയാണ് അതിന്റെ പ്ലഗ് വരുന്നത്, ഹീറ്റർ പ്ലഗ് 4 എണ്ണം വരുന്നുണ്ട്. ഇതിലാണ് പ്ലഗ്. ഈ 4 പ്ലഗ് അറിയില്ല, ഇവിടെ അടിയിലായിട്ടാണ് വരാട്ടോ കാണുന്നു വിചാരിക്കണം. 4 പ്ലഗ് വരുന്നുണ്ട്. അത് ഹീറ്റ് ആവണം. അതിന് നോസിലേക്ക് ഡീസലിലേക്ക് ചൂടാക്കിയിട്ടാണ് ചൂടാകുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആവുക. അല്ലാണ്ട് സ്റ്റാർട്ട് ആവില്ല വണ്ടി. അത് എല്ലാ ദിവസവും നമ്മൾ മോർണിംഗ് എടുക്കുമ്പോൾ പിന്നെ വണ്ടി തണുത്ത് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യണം, അല്ലാണ്ട് വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതാണ് ഇതിന്റെ സിസ്റ്റം. വണ്ടി ഓടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റടിക്ക് കുഴപ്പമില്ല. മോർണിംഗ് എന്തായാലും ഇത് നിർബന്ധമായിട്ട് ഒരാൾ അറിയാണ്ട് വന്നിരുന്ന് അടിക്കുള്ളൂ. അപ്പൊ ചേട്ടാ, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇന്റീരിയർ ചേട്ടൻ അങ്ങനെ അധികം ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അന്ന് ഉള്ള ചേട്ടൻ കിട്ടുന്ന സമയത്തുള്ള സെറ്റപ്പ് തന്നെ. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഡാഷ്ബോർഡിനോട് ഇട്ടിട്ടുള്ളൂ. ഇതാണ് വരുന്ന വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ. അതുപോലെ ബാക്ക് സീറ്റും കാണിച്ചിടാം. ലോക്ക് കൗണ്ടർ, ഇതാട്ടെ നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ, സീറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാണ് പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞോ. ഒരു 2 സ്പോക്ക് ടൈപ്പ് സ്റ്റിയറിംഗ് ഉണ്ടാകണേ. ഓക്കെ ചേട്ടാ, അപ്പൊ നമ്മള് ഇതിലൊരു സൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം സൗണ്ട്. ഓക്കെ, ആ ചേട്ടാ സ്റ്റാർട്ട് ചെയ്തോ. സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതാട്ടോ വന്നേക്കണത്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാനുണ്ടായിരുന്നു. ഓക്കേടാ, അപ്പൊ ഇതായിരുന്നു വണ്ടി സൗണ്ട്. ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് വണ്ടി. ഇതിങ്ങനെ നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യണ പോലെയല്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള സൗണ്ട് നല്ല ഒരു കേൾക്കാൻ പറ്റുള്ളൂ. ഭയങ്കര എന്താ പറയാ, നല്ല ക്ലാരിറ്റിയും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നൈസ് സൗണ്ട്. പ്രത്യേകിച്ച് ഡീസൽ ആയതുകൊണ്ടും നല്ല അടിപൊളി കേൾക്കാനായിട്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് സൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് സൗണ്ടും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ.
അപ്പൊ ചേട്ടാ, അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് ലെങ്ത് വീഡിയോ ആണ്. ഞാൻ വീണ്ടും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് ലെങ്ത് ആയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിലും നല്ലൊരു എന്താ പറയാ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ ഒന്നും കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ. ഇപ്പൊ ഞാനാണെങ്കിലും നമ്മൾ ഒരു പരിപാടിയിൽ ഫാമിലി ഒരു പരിപാടിയിലൊക്കെ വരുമ്പോൾ ചേട്ടനോട് കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. മുന്നേ വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ പഴയ വണ്ടിയെ കുറിച്ച് അറിയാനായിട്ട് ഭയങ്കര ഒരു ഇതാണ്. ഇപ്പൊ നമുക്ക് വണ്ടി ഇഷ്ടമുള്ളവരാണ് ഇതിനോട് കൂടുതൽ കാര്യങ്ങളും ഡൗട്ടൊക്കെ ഈ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കണ്ടായിരുന്നൊക്കെ. അപ്പൊ തൊട്ട് തുടങ്ങിയതാണ് നമുക്ക് വണ്ടി ചെയ്യണം, ഇതിന്റെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയണ്ടായിരുന്നൊക്കെ. അപ്പോ അതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ചേട്ടൻ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു യൂസ് ചെയ്യുന്ന ഒരാൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതിപ്പോ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേകിച്ച് ഒരു വണ്ടിയോട് അത്ര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടി കുറച്ച് കൂടുതൽ പറയാം. അങ്ങനത്തെ ഒരാൾക്ക് മാത്രമാണ് നമുക്ക് ഒരു അംബാസഡറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ നമ്മള് ഏകദേശം നമ്മളെല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടും എനിക്കാണെങ്കിലും പേഴ്സണലി നല്ലൊരു ഇത്ര നാള് യൂസർ എടുത്തതിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ് ഇത് ചെയ്യാൻ പറ്റിയതിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ്. ഇങ്ങനത്തെ പഴയ വണ്ടികളുടെ എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. പുതിയ വണ്ടികളാളും എനിക്ക് കുറച്ച് ഇഷ്ടം പണ്ടത്തെ വണ്ടികൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട്. വെച്ചാൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ, അന്നത്തെ കാലത്തുള്ള കാര്യങ്ങളും അതുപോലെ വണ്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക് ബേസ് കാര്യങ്ങളാണെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ പുതിയതും എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റി. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.